ഇതിക്കുള്ളിൽ എത്തിപ്പൊങ്ങാൻ പറ്റുമോ? പറ്റും സാറേ. എന്നൊരു കാര്യം ചെയ്യും, താൻ ഈ ജോലിക്ക് പറ്റിയ ഒരാളല്ല. ഈ ജോലിക്ക് വേണ്ട ഹൈറ്റ് തനിക്കില്ല. തനിക്ക് പോവാം. അടുത്ത ആള് അടയ്ക്കാക്കുരുവി. നിന്റെ അച്ഛൻ. ചേട്ടാ, ഈ ദിവാകരന്റെ വീടാ. ദിവാകരൻ അടയ്ക്കാക്കുരുവി വീടാണോ? ഈശ്വര, എനിക്ക് വന്ന ഈ അവസ്ഥ എന്റെ മകന് വരല്ലേ ദൈവമേ. അതെന്തോ ചേട്ടാ? എനിക്ക് വന്ന കുറവേ ഇവനുണ്ടാവരുത്. മോനെ അമിതാഭേ, നീ വളർന്ന് വലിയവനാവണം. നീ അങ്ങ് വളർന്ന് വലുതായല്ലോടാ മോനെ. വളർച്ച ഇച്ചിരി കൂടിപ്പോയോന്നൊരു സംശയം. ചുമ്മാരുടെ കറക്റ്റ് നീളാവന്. എല്ലാം എന്റെ പ്രാർത്ഥനയുടെ ഫലം. ഈ അച്ഛനോടും അമ്മയോടും ഞാൻ എപ്പോഴും പറയുന്ന ഈ കട്ടയുടെ ഹൈറ്റ് ഇച്ചിരി കൂട്ടണം എന്റെ തല ഇടിച്ച് പുല്ല്. അച്ഛാ, ഈ കണ്ണാടിയെ കുറച്ചൊന്ന് പൊക്കി വെച്ചുകൂടായോ? മോനെ, ആകെ ഒരു കണ്ണാടിയേ ഉള്ളു, എല്ലാവർക്കും ഉപയോഗിക്കണ്ടായോ? ഏതാ ഇത്? ഇതാണോ? അമ്മ ഒരു കസേര ഇട്ടിട്ട് എടുത്താ പോരാ അമ്മ? ഇതാണോ? എന്തൊരു മഴയാടാ. നാളെ സ്കൂളിൽ പോണം, ഒരുപാട് ഹോംവർക്ക് ഉണ്ട്. ഇതൊന്നും പോരാ, ഇതിന്റെ എക്സാം ഉണ്ട്, അതെഴുതണം. എടിയേ, നമ്മുടെ മോൻ ഒറ്റയ്ക്ക് ഇന്ന് സംസാരിക്കുന്നു. അവൻ എന്തെങ്കിലും പറ്റിയോടി? എന്താ ഞാനങ്ങ് പേടിച്ചു പോയി. എടാ അമിതാഭേ, മോനെ ഇങ്ങോട്ട് വന്നടാ. എടാ വാടാ. എന്താ പറ്റി? അമിതാഭേ മോനെ, ആ മാങ്ങ കൈ കൊണ്ട് ഇഞ്ഞ് പറിച്ചാടാ. അതായിരുന്നോ? ആ മാങ്ങയാണോ? എന്നാ അതെ, 2-3 കൂടെ പറിച്ചു തരും. കൈത്താവുന്നല്ലേ ഉള്ളൂ, സിമ്പിളാ, പെട്ടെന്ന് 5 മിനിറ്റത്തെ കാര്യം. നിങ്ങൾക്കൊരു തോട്ടി മേടിച്ചു കൂടായോ? നീ ഉള്ളപ്പോ എന്തിനാടാ വേറെ തോട്ടി? ഇത് തന്നെയാണ് സ്കൂളിലെ അവസ്ഥയും. അപ്പൊ അസംബ്ലിക്ക് നിൽക്കുമ്പം എങ്ങനെയാ നിൽക്കേണ്ടതെന്ന് അറിയാലോ സാറേ? റോൾ നമ്പർ വെച്ചല്ലയോ? അല്ല, നീളം അനുസരിച്ച്. അപ്പൊ ഞാനായിരിക്കും ഏറ്റവും ബാക്കില്. അല്ലാതെ നിന്നെ ഫ്രണ്ടിൽ കൊണ്ട് പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെ കാണാൻ പറ്റുമോ മോനെ അമിതാഭേ? കുനിങ്ങിരി, ഞാൻ കാണാൻ പറ്റുന്നില്ല. ഞാൻ കുനിഞ്ഞായിരിക്കുന്നേ. ഒന്ന് കുനിങ്ങിയിരിക്കും. എനിക്കിതിക്കുള്ളിൽ കുനിയാൻ പറ്റത്തില്ല. എന്റെ അമിതാഭേ, ഒന്ന് കുനിങ്ങിയിരിക്കണം, അത് കാണാൻ പറ്റുന്നില്ല. കുനിയാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഒന്ന് താക്കടാ. സാറ് ഓർഡർ എഴുതുന്നൊന്നും കാണാൻ പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കും. എടാ, എനിക്ക് പെടലേ എടുക്കുന്നോ? എടാ അമിതാഭേ, നീ പുറമോട്ട് ഇരുന്നട്ടെ, അവന്മാരെ ഫ്രണ്ടിൽ കയറ്റിയിരുത്ത്. അതാ സാറേ നല്ലത്. ഫ്രണ്ടിരി. പരീക്ഷയ്ക്ക് ഒറ്റ ഒരെണ്ണത്തിന് മാർക്കില്ല. എല്ലാവരും എണീക്കടാ, കഴിഞ്ഞിട്ടാ എണീക്കടാ, എണീക്കടാ. തുള്ളി കഴിഞ്ഞാൽ മേത്തി അടിക്കും. വെക്കടാ അവിടെ കൈ. എണീക്കടാ. നീ അവിടെ ഇരടാ, നിന്നെ വിളിക്കാം. കൈ നീട്ടടാ. ഇതെന്തോന്നേ, കൊടിമരോ? നിന്നെ അടിക്കാനുള്ള മാർഗം എന്റെ കയ്യിലുണ്ട്. കേട്ടാ? എടാ ഗോട്ട് റിലീസാ, ടിക്കറ്റ് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. എടാ എനിക്ക് ബുക്ക് ചെയ്തോ? എടാ ബാക്കിലത്തെ സീറ്റ് കിട്ടിയില്ലടാ, അപ്പൊ ഫ്രണ്ടിലുണ്ട്, പക്ഷെ ഞാൻ എടുത്തില്ല. വെറുതെ ചീത്തോളി കേട്ടിട്ട് നമ്മൾ ഇറങ്ങി പോകേണ്ടി വരും, അതുകൊണ്ടാണ് എടുത്തില്ല. നീളത്തിന്റെ പേര് എല്ലായിടത്തൊന്നും പരിഹാസം മാത്രം. അമിതാഭേ, ആ വരിക സാറേ. അമിതാഭേ, മോളിൽ ആ പുസ്തകം ഇങ്ങെടുത്തേ.
ഇവരെ കൊണ്ട് ഇങ്ങനെയെങ്കിലും പ്രയോജനമുണ്ടോ സ്കൂളിൽ? പെണ്ണുങ്ങളുടെ ബാത്റൂമിൽ ആരോ എത്തി നോക്കുന്നുണ്ട്. ഈ നീളം വെച്ചോണ്ട് നീ എങ്ങനെ ആണോടാ? എടാ കൊന്നക്കോലെ 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 എന്ത് പറ്റി മോനെ? പറയടാ. ഒന്നുമില്ല അച്ഛാ. എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ തുറന്ന് പറയടാ. എടാ നീ ഇങ്ങനെ കരയാതെ തുറന്ന് പറ. എല്ലാ പ്രശ്നത്തിനും കാരണം അച്ഛൻ തന്നെ. അച്ഛൻ ഇങ്ങനെ പ്രാർത്ഥിച്ചായിരിക്കും ഇത്ര നീളമായി പോയത്. എനിക്ക് മര്യാദയ്ക്ക് സ്കൂളിൽ പോലും പോകാൻ പറ്റത്തില്ല, അറിയാവോ? ക്ലാസ്സിൽ പിള്ളേർ കളിയാക്കുക. സാറുമാരെ പോലും എന്നെ ബുക്ക് എടുക്കാനും മറ്റേനും മറിച്ചതിനും മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ഇങ്ങോട്ട് സ്കൂളിൽ പോകുന്നില്ല. എനിക്ക് സ്കൂളിൽ പോകാൻ പേടിയാ. ഞാൻ പോകുന്നില്ല, എനിക്ക് വയ്യ. എടാ മോനെ, നിനക്കറിയാലോ ഞാൻ ഈ കുള്ള എന്നുള്ള വിളി കുറെ കേട്ടതാ. അതുകൊണ്ടാണ് എൻ്റെ മോൻ ഈ ഗതി വരാതിരിക്കാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിച്ചത്. എടാ നമ്മുടെ കുറവിനെ നമ്മൾ കുറവായിട്ട് കാണുന്നിടത്താണ് നമ്മൾ തോറ്റു പോകുന്നത്. എടാ മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്ന് ആലോചിച്ച് കഴിഞ്ഞാലേ നമ്മുടെ ജീവിതം അവിടെ നിന്ന് പോകത്തേ. നീ ഈ ശാപമായിട്ട് കാണുന്നതിനെ അനുഗ്രഹമായിട്ട് കണ്ടു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഒന്നും വിചാരിക്കില്ല, ഇത്രയും നീളം കൂടി ഒരു പെണ്ണിൻ്റെ കൂടെ പ്രേമിച്ച് നടന്നാൽ എൻ്റെ കൂട്ടുകാർ കളിയാക്കും തോന്നില്ല.